സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വിയർ റിവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ എന്ന് പറയുന്നില്ല, ബോയ്സിന്റെ 5ാമത്തെ സീസൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഫൈനൽ സീസൺ ആയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു റിവ്യൂയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 2019 ഈ ഒരു സീരീസ് ആദ്യമായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സീരീസ് ഇറക്കിയ സമയത്ത് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. കാര്യം നോർമലി നമ്മൾ കണ്ടുവരുന്ന മൂവീസിനെ പോലെ അല്ലാണ്ട് മറിച്ച് സൂപ്പർ ഹീറോസ് ഒക്കെ വില്ലന്മാരായിട്ടും ഹ്യൂമൻസ് ഒക്കെ ഹീറോസും ആയിട്ടായിരുന്നു ഈ ഒരു മൂവിക്ക് അത് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം സൂപ്പർമാൻ്റെ ലെവലിലുള്ള പവറുള്ള ഹോംലാൻഡറിനെ ഒക്കെ കാണിച്ചപ്പം ഈ ഒരു ക്യാരക്ടറിന് അവർ എങ്ങനെ എൻഡിങ് കൊണ്ടുവരും എന്നൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഹോണസ്റ്റ്ലി എൻ്റെ രീതി പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു സീരീസിന്റെ 3 സീസൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 3ാമത്തെ സീസൺ ആണെന്ന് തോന്നുന്നു സോൾജർ ബോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര കിഡിലിനായിട്ടായിരുന്നു അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇതിന്റെ എൻഡിങ് കാണാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. കാര്യം ഹോംലാൻഡറിനെ പോലെ അത്രയും ഓവർ പവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ എങ്ങനെ ഈ ഒരു വില്ലനായിട്ട് കൊണ്ടുവന്നിട്ട് എങ്ങനെ കൊല്ലും, എങ്ങനെ തകർക്കും, ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ബുച്ചർ എന്ന് പറഞ്ഞ ഒരു നോർമൽ ഹ്യൂമനെ വെച്ച് ഇവരുടെ ആ ഒരു ടീമിനെ വെച്ച് ഇതിനെ എങ്ങനെ ഇവര് ഈ സൂപ്പർ ഹീറോയ്ക്ക് എതിരെ ഫൈറ്റ് ചെയ്യുന്നൊക്കെ കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു സീരീസിൽ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് ഈ ഒരു സീരീസ് നമ്മളെ പിടിച്ചിരുത്തുന്ന മെയിൻ സംഭവം. പിന്നെ എത്ര നല്ല സീരീസ് ആണെന്ന് പറഞ്ഞാൽ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാഗ് അടിക്കും, അല്ലെങ്കിൽ അത്ര നല്ല രീതിയിൽ അത് കൊണ്ടുപോകാൻ നോക്കണം. 4ാം സീസണിലും എനിക്ക് അത് തന്നെയാണ് സംഭവിച്ചത്. എനിക്ക് അത്യാവശ്യം ലാഗും കാര്യങ്ങളൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 5ാം സീസൺ ഇവരുടെ ലാസ്റ്റ് സീസൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എങ്ങനെ എൻഡ് ആവുമെന്ന്. അപ്പം ആദ്യത്തെ 2 എപ്പിസോഡ് മാരകമായിട്ടായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഏട്രൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ടായിരുന്ന എൻഡിങ് അത്ര ഗംഭീരമായിരുന്നു. ഒരു സത്യം പറയുന്ന മാർവൽ ഫിലിം കാണുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഫീല് ഒരു സീരീസിന് ആമസോണിന് തരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അവർ അത്രയും കിഡിലിനായിട്ട് അവർ ക്വാളിറ്റിയിൽ അത് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർത്ത് എല്ലാ സൂപ്പർ ഹീറോ നെഗറ്റീവ് ഉള്ള ക്യാരക്ടേഴ്സിനും അമ്മാതിരി എൻഡിങ് ആയിരിക്കും കൊടുക്കുന്നതെന്നൊക്കെ ഓർത്ത് ഭയങ്കര ഹൈപ്പിൽ കയറി പോയായിരുന്നു. പിന്നീടുള്ള ബാക്കി എപ്പിസോഡൊക്കെ ഒരുമാതിരി ഫില്ലർ എപ്പിസോഡും അല്ല, ഇപ്പം ഹൈപ്പ് വരും എന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ ലാഗ് അടിച്ചങ്ങ് പോകുമായിരുന്നു. സത്യം പറഞ്ഞാൽ ലാസ്റ്റ് സീസൺ ഞാൻ ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യത്തെ 3 എപ്പിസോഡ് അല്ല 2 എപ്പിസോഡ് ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ഓർക്ക് ഈ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ നമ്മൾ ഓർക്ക് ഇനി അടിവിട്ടു, പക്ഷെ ഒന്നും സംഭവിക്കത്തില്ല. ആ ഒരു എൻഡിങ് അവർ കൊണ്ട് നിർത്തിയതാണെങ്കിലും കുറച്ചുകൂടെയൊക്കെ ഗ്രാൻഡ് ആക്കി നിർത്താറെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ നിർത്തിയ പോലെ ആയിപ്പോയി. ഒരു ഹൈപ്പിൽ കൊണ്ടുവന്നിട്ട് അങ്ങ് താഴേക്ക് പോയി. ആ ഒരു രീതിയിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ആമസോൺകാർ ഇതിന് പറഞ്ഞ എക്സ്ക്യൂസ് അവരുടെ ഫണ്ട് ഇല്ല, ഗെയിം ഓഫ് ത്രോൺ ലെവലിൽ എടുക്കാനുള്ള ഫണ്ടും കാര്യങ്ങളും അവരുടെ ഇല്ലെന്നൊക്കെയാണ്. പക്ഷേ ഈ ഇറക്കിയതിനേക്കാളും ബെറ്റർ ആയിട്ട് അവർക്ക് ഇറക്കാമെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. അപ്പം നിങ്ങൾ ഈ ബോയ്സിന്റെ സീസൺ 5 കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ തോട്ട്സും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. അങ്ങനെ ബോയ്സ് സീസൺ 5 കൊണ്ട് എൻഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേൾഡിനെ അവരെന്താണെന്ന് വിടാൻ നോക്കിയിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ ആ ഒരു സോൾജർ ബോയ്സിന് അത്യാവശ്യം ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സോൾജർ ബോയ്സിന്റെ ആ ഒരു പ്രൈം കാലഘട്ടം, വോട്ട് റൈസിംഗ് എന്ന് പറഞ്ഞ ആ ഒരു പഴയ കാലഘട്ടം ഇവർ വീണ്ടും സീരിയസ് ആയിട്ട് ഇറക്കുന്നുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ബോയ്സിന്റെ സീക്വലായിട്ട് ജെൻവി എന്ന് പറഞ്ഞൊരു സീരീസ് ഇതിന്റെ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2 സീസൺ ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തോന്നിയത്. കാര്യം ടീനേജ് പിള്ളേരെയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടായിരുന്നു. മുറ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ടായിരുന്നു. ഹോംലാൻഡർ സെയിം ലെവൽ പവർ ആണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചായിരുന്നു. അതിന്റെ ഒരു സീസൺ 2 എൻഡിങ് മാരക എൻഡിങ് ആയിരുന്നു. കാര്യം സ്റ്റാർലൈറ്റ് വന്നിട്ട് ഈ ഒരു ബോയ്സ് സീസൺ 5 ആ ഒരു എൻഡിങ്ങിലേക്ക് ഇവരെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലായിട്ട്, അത് ഹോംലാൻഡറിനെ തകർക്കാൻ വേണ്ടി ടീം അപ്പ് ചെയ്യുന്ന രീതിയിലായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവഞ്ചേഴ്സിന്റെ എൻഡിങ് ഒക്കെ പോലെ തോന്നിയത്. കാര്യം എന്നുവെച്ചാൽ ആ ഒരു ലെവലല്ല, അതായത് താനോസിനെ എതിർക്കാൻ വേണ്ടി എല്ലാവരും ടീം അപ്പ് ചെയ്യില്ല, അതുപോലെയൊക്കെ രീതിയിലൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. മുറേ വരും, അവരുടെ ടീംസ് വരും, എല്ലാവരും വന്ന് ടീം അപ്പ് ആയിട്ട് അവസാനം എല്ലാവരും കൂടെ ഹോംലാൻഡറിനെതിരെ പോകുന്നു, അങ്ങനെയൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചായിരുന്നു. പക്ഷെ ആ ഒരു സംഭവം എന്നാത്തിനായിരുന്നു എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞത്തേക്കും തന്നെ പെട്ടെന്ന് ജെൻവി എന്ന് പറഞ്ഞ സീരീസ് അവർ ക്യാൻസൽ ചെയ്തു. സീസൺ 3 ഇറങ്ങുന്നില്ല. പിന്നെ സീസൺ 5 ബോയ്സിന്റെ സീസൺ 5 ജെൻവിയുടെ ആൾക്കാരെ ജസ്റ്റ് അവിടെ ഇവിടെ 1-2 തവണ ടീസ് ചെയ്ത് വിടും. ക്ലൈമാക്സിലെ ഫൈറ്റിലോ ഒന്നിലും അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എന്തിനാ പിന്നെ അവരെ ഇത്രയും ബിൽഡപ്പ് കൊടുത്ത് കൊണ്ടുവന്നേ? ഈ ഹോംലാൻഡറിനെതിരെയായിട്ട് ഇത്രയും ബിൽഡപ്പ് കൊടുത്ത് കൊണ്ടുവന്നിട്ട് ആ ഒരു ഫൈറ്റ് സീനിൽ പോലും അവരെ കാണിച്ചില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു മോശമായിട്ടാണ് അവർ ഇറക്കിയെന്ന് വെച്ചാൽ. ഇതൊക്കെ തന്നെ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. എന്തായാലും സീസൺ 5 കുറിച്ച് ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.